വാക്ക് തന്നെ ഭാഷകളുടെ അതിർവരമ്പ് വിട്ട് പാൻ ഇന്ത്യനായി പോയിക്കാണ്. ആരാണ് എമ്പുരാനുള്ള പേര് സജസ്റ്റ് ചെയ്ത് അത് മതിയെന്ന് തീരുമാനമെടുത്തത്? മുരളി ഗോപി. മുരളിയുടെ മറ്റൊരു പേര് ആരുടെയും മനസ്സിലായിരുന്നു എമ്പുരാൻ മതി എന്നുള്ള തീരുമാനം? ഇല്ല, ഒന്ന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എമ്പുരാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ്. ഈ സിനിമയ്ക്ക് എമ്പുരാൻ എന്ന പേരിടുന്നത് ഞങ്ങൾ ആ ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക. അത് എഴുതിയത് മുരളിയാണ്. ആ സോങ് എഴുതി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ ഉദിച്ചത്. മുരളിയുടെ പേരാണ്. എമ്പുരാൻ ട്രെയിലർ കണ്ട സാഹചര്യത്തില് മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും രോമാഞ്ചം അന്നു മുതൽ തുടങ്ങിയാണ്. പിന്നീട് ഓരോ ദിവസവും കഴിയും തോറും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെക്കാട്ടിയും നെഞ്ചിലേറ്റുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പം അത് ഭയങ്കര വലിയ സന്തോഷമുണ്ട്. നമുക്കുണ്ട് ഒരു KGF, നമുക്കുണ്ട് ഒരു ബാഹുബലി എന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 7 വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ലൂസിഫർ ഈ മഞ്ജുജി ചേർത്ത് പറഞ്ഞല്ലോ, ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ്. അതൊക്കെ ലൂസിഫർ ഇറങ്ങി, അത് ബ്ലോക്ക് ബസ്റ്റർ ആകും, അറിയാം, പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് ഓക്കെ, അത് കഴിഞ്ഞ് ഫ്രാഞ്ചൈസിയാണ്. ഇപ്പൊ നേരത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ന്യൂകമർ ഡയറക്ടർ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ന്യൂകമർ ഡയറക്ടർ ഇത്രയും 3 സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത്? അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ന്യൂകമർ ഡയറക്ടർ 100-ലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ. ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് വന്ന സമയം മുതൽ, എനിക്കൊരു 18 വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടനാവുന്നത്. അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് എന്നാണ് ചോദിച്ചോണ്ടിരുന്നത്. ആക്ച്വലി അതിങ്ങനെ ഒരു വഴി കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ.